Very good morning, students. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് റിഗ്രഷൻ അനാലിസിസ് ആയിരുന്നു. റിഗ്രഷൻ അനാലിസിസിൻ്റെ തിയറി പാർട്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് റിഗ്രഷൻ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിഗ്രഷൻ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ എക്സെട്ര, ആൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ correlation and regression. In today's class, we are going to discuss about what are the different methods of studying regression. What are different methods of studying regression? Basically speaking, there are two types of regression methods. That is, first one algebraic method and second one that is graphical method. In algebraic method, we know algebraic method is a method by using formulas or mathematical equation. So under algebraic method, we have two methods: regression equation through normal equation, regression equation through normal equation, and second one is regression equation through regression coefficient. നമ്മൾ ഓൾജിബ്രൈക് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് സോൾവ് ചെയ്യുക. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾ റിഗ്രഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് റിഗ്രഷൻ ഇക്വേഷൻ ത്രൂ നോർമൽ ഇക്വേഷൻ, സെക്കൻഡ് വൺ റിഗ്രഷൻ ഇക്വേഷൻ ത്രൂ റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ്. ഈ രണ്ട് ടേം, ഈ നോർമൽ എന്ന് പറയുന്ന ഒരു ടേമും അതേപോലെ റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ടേമുമാണ് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു റിഗ്രഷൻ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനിൽ നോർമൽ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഈ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അല്ലാത്ത കേസിൽ നിങ്ങളടുത്ത് ജസ്റ്റ് ഫോർമുലേറ്റ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ജനറൽ സെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം നോർമൽ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കേസിൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഞാൻ അതിൻ്റെ സ്കോപ്പാണ് പറയുന്നത്, എപ്പോഴാണ് ഈ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കേസിലും ജനറൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യുക സെക്കൻഡ് മെത്തേഡാണ്, റിഗ്രഷൻ കോയിഫിഷ്യൻ മെത്തേഡാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അപ്പം അതുകൊണ്ട് റിഗ്രഷൻ ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്യണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ അപ്ലൈ ദിസ് മെത്തേഡ്. സോ അണ്ടർ algebraic മെത്തേഡ് വി ഹാവ് ടു മെത്തേഡ്: regression equation through normal equation and regression equation through regression coefficient. പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡിൽ റിഗ്രഷൻ ലൈനാണ്. നിങ്ങളുടെ ആസ് പെർ യുവർ സിലബസ് ഈ രണ്ട് മെത്തേഡാണ് സിലബസിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞു പോവുകയുള്ളൂ, അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രോബ്ലം പാർട്ട് വരുന്നത് ഇത് രണ്ടുമാണ്: റിഗ്രഷൻ ഇക്വേഷൻ ത്രൂ നോർമൽ ഇക്വേഷൻ ആൻഡ് റിഗ്രഷൻ ത്രൂ റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ്. ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻ നിങ്ങൾ ആ പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദർ ആർ ടു റിഗ്രഷൻ ഇക്വേഷൻ. രണ്ട് രീതിയിലുള്ള റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാവും. ഫസ്റ്റ് വൺ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് സെക്കൻഡ് വൺ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. ഇന്നലെ റിഗ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, റിഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് അൺനോൺ വേരിയബിൾ ബേസ്ഡ് ഓൺ നോൺ വേരിയബിൾ. അപ്പോൾ നോർമലി ഞങ്ങളുടെ ക്വസ്റ്റ്യനിൽ രണ്ട് വേരിയബിൾസ് ഉണ്ടാവുക, കോറിലേഷൻ ആണെങ്കിലും റിഗ്രഷൻ ആണെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിഗ്രഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു വേരിയബിൾ നോൺ ആയിരിക്കും, ഒരു വേരിയബിൾ അൺനോൺ ആയിരിക്കും. സോ വി ഹാവ് ടു പ്രെഡിക്റ്റ് അൺനോൺ വേരിയബിൾ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒന്നിക്കൽ എക്സ് ആയിരിക്കും അൺനോൺ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വൈ ആയിരിക്കും അൺനോൺ ആയിട്ടുണ്ടാവുക. ഇൻ കേസ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്, ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് if y is equal to 10, what will be the value of x? X is equal to how much? ഇപ്പം ഇവിടെ നോക്കേണ്ടത് y ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെ എക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ.
ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് 2 ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ പറയും. എസ്റ്റിമേഷൻ എല്ലാ സമയത്തും ഉണ്ടാവണം എന്നില്ല. ജസ്റ്റ് 2 റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഗ്രഷൻ ഇക്വേഷൻ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ പറയുള്ളൂ. പക്ഷേ അവിടെ എസ്റ്റിമേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. x1y എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ പ്രെഡിക്റ്റിംഗ് ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് y is equal to this much. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇഫ് y is equal to 10 വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് എക്സ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് ഞാൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x1y എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. നേരെ തിരിച്ച് ഇഫ് x is equal to 100 വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് y. അങ്ങനെ വൈൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ y on x എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ എക്സ് ആയിരിക്കും അല്ലെങ്കിൽ y ആയിരിക്കും. അതുകൊണ്ടാണ് 2 രീതിയിലുള്ള റിഗ്രഷൻ ഇക്വേഷൻ വരുന്നത്. മേ ബി 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് ദി റീസൺ ഓഫ് 2 റിഗ്രഷൻ ഇക്വേഷൻ? എന്തുകൊണ്ടാണ് ഞങ്ങൾ 2 റിഗ്രഷൻ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ആൻസർ ആണ് എക്സ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നെങ്കിൽ വി ഹാവ് ടു യൂസ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x1y ആൻഡ് if y is to be predicted we have to use regression equation of y on x. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും തുടക്കത്തിൽ അത് ആവശ്യമില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് എസ്റ്റിമേഷൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് അത് മനസ്സിലാക്കണം ഏത് ഇക്വേഷനിലാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ട് വേണം ഞങ്ങൾ പ്രോബ്ലത്തിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് റിഗ്രഷൻ ഇക്വേഷൻ ത്രൂ നോർമൽ ഇക്വേഷൻ. ഞങ്ങളുടെ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. നോർമൽ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞു 2 രീതിയിലുള്ള റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ട്, x1y ആൻഡ് y on x. ഇതിൽ നോർമൽ ഇക്വേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓൺ x1y എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് x is equal to a plus by എന്നുള്ളതാണ്. by എന്നുള്ളതാണ് നമ്മുടെ ബേസിക്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ x is equal to a plus by എന്നുള്ളതുണ്ട്. ഇവിടെ x അവിടെ ആ രീതിയിൽ തന്നെ വെക്കുക, വൈയും ആ രീതിയിൽ തന്നെ വെക്കുക, y ആയി തന്നെ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ എയും ബിയും ആണ്. ഈ എ ബി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടണം, ഒരു ഡിജിറ്റ് കിട്ടണം. അപ്പോൾ ആ ഡിജിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫർദർ 2 ഇക്വേഷനും കൂടി എഴുതും. അതാണ് ഫോർ കാൽക്കുലേറ്റിംഗ് എ ആൻഡ് ബി. ഈ ഇക്വേഷനിൽ പറയുന്ന എയും ബിയും എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫർദർ 2 ഇക്വേഷനും കൂടി എഴുതുന്നു. ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു NA പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ, സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ വൈ പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിൽ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 2 കോളം അതിൻ്റെ വാല്യൂസ് ആയിരിക്കും തരാം, എക്സും വൈയും. അതിനനുസരിച്ച് ഞങ്ങൾ കോളംസ് പ്രൊവൈഡ് ചെയ്യലാണ്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരാം. സിഗ്മ എക്സ് ആ ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഞങ്ങൾക്ക് എക്സിൻ്റെ കോളം ടോട്ടൽ എഴുതിയാൽ സിഗ്മ എക്സ് കിട്ടും. ആ സിഗ്മ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 40 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സിഗ്മ അതിൻ്റെ താഴെ 40 ഇസ് ഈക്വൽ ടു പിന്നെന്താ ഉള്ളത് n. പിന്നെ നമുക്കറിയാം നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. ആ എന്നിൻ്റെ വാല്യൂ അവിടെ കൊടുക്കാം. പിന്നെ ഉള്ളത് ഒരു എ ആണ്. ഇവിടെ എ എന്നുള്ളത് ആ എ ആയിട്ട് തന്നെ കൊടുക്കാം. എന്നിനൊരു നമ്പർ ഉണ്ടാവും. ഇപ്പം n 5 ആണെങ്കിൽ 5a എന്ന് അവിടെ വരും. അത് ക്വസ്റ്റ്യനിൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയാണ് n എന്നുള്ളത്. പ്ലസ് പിന്നെ ബി അതേപോലെ അവിടെ കീപ്പ് ചെയ്യാം. കാരണം എയും ബിയും ആണ് ഞങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ പിന്നെ ഉള്ളത് സിഗ്മ വൈ ആണ്. ആ സിഗ്മ വൈൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സിഗ്മ വൈ. അതിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആ ഇക്വേഷൻ അവിടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് സിഗ്മ എക്സ് വൈ ഇസ് ഇക്വൽ ടു സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു 2 കോളം ഉണ്ടാവുക എക്സും വൈയും. നെക്സ്റ്റ് നിങ്ങൾ കോളം കൊടുക്കുക എക്സ് വൈ കോളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടലാണ്
അതിൻ്റെ ടോട്ടൽ വാല്യൂ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുന്ന ചെയ്യാം. ഇപ്പോൾ ഒരു 100 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 ഇസ് ഈക്വൽ ടു, പിന്നെ വീണ്ടും എന്ത് വന്നു, എ ഇൻറ്റു സിഗ്മ വൈ. എ അതേപോലെ അവിടെ എഴുതാം. സിഗ്മ വൈൻ്റെ വാല്യൂ ഞങ്ങൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതേ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ബി അതേപോലെ അവിടെ കീപ്പ് ചെയ്യാം. പിന്നെ വേണ്ടതെന്നാണ് സിഗ്മ വൈ സ്ക്വയറും കൂടി വേണം. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് കോളം കൊടുക്കുക ആൻസറിൽ. എക്സ് വന്നു, വൈ വന്നു, എക്സ് വൈ കോളം കൊടുത്തു. നെക്സ്റ്റ് കോളം കൊടുക്കേണ്ടത് വൈ സ്ക്വയർ ആണ്. ആ വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും, ഈ രണ്ട് ഇക്വേഷനിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വേരിയബിൾ വരുന്ന ഒരു ഇക്വേഷൻ കിട്ടും, 2 ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ ന്യൂമറിക്കൽ സ്കില്ല് പഠിക്കുന്ന സമയത്ത് 2 വേരിയബിൾ വരുമ്പം എങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇപ്പോൾ എക്സും വൈയും 2 ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടും, 2ലും എയും ബിയും ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ഈക്വലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. അതേ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് എ ആൻഡ് ബി. ആ കിട്ടുന്ന എയും ബിയും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊരു ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നുള്ളതാണ്. എ എന്നുള്ള സ്ഥലത്ത് എൻ്റെ വാല്യൂ കൊടുക്കുക, പ്ലസ് ബി എന്നുള്ളിടത്ത് ബീൻ്റെ വാല്യൂ കൊടുക്കുക, ഇൻറ്റു വൈ. വൈ അതേപോലെ അവിടെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്ന സമയത്ത്, പ്രോബ്ലം വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വരേണ്ടത് എന്നുള്ളത് മാത്രമാണ്. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ്. അതും എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ളതാണ്. അത് രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാരണം നേരത്തെ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നാണ്. ഇതിലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്വിസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വൈ ആണ് ഇവിടെ വരുന്നെങ്കിൽ അവിടെ ബി എക്സ് വരും, ഇവിടെ എക്സ് ആണ് വരുന്നെങ്കിൽ ബി വൈ എന്ന് വരും. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതേപോലെ ഇവിടെ എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന 2 ഇക്വേഷൻ ഉണ്ട്. അതും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി എളുപ്പമായിരുന്നു. നേരത്തെ എക്സിൻ്റെ ഇക്വേഷൻ സമയത്ത് എയും ബിയും കണ്ടുപിടിക്കുക എങ്ങനെയാണ്, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു എന്നായിരുന്നു. ഇവിടെ എന്ത് വന്നു, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു. അപ്പം അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി എളുപ്പമാണ്, മാറിപ്പോകാനുള്ള സ്കോപ്പൊന്നുമില്ല. ഇവിടെയും വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, ആ എയും ബിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും 2 ഇക്വേഷനിലേക്ക് വരുന്നു. സിഗ്മ വൈ ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. നേരത്തെ വൈ ഉള്ള സ്ഥലത്തൊക്കെ എക്സ് ആയി മാറി, നേരത്തെ എക്സ് ഉള്ള സ്ഥലത്തൊക്കെ വൈ ആയി മാറി. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പറഞ്ഞത് നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് 2 റിഗ്രഷൻ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇക്വേഷൻ്റെ ബേസിക് ഫോർമാറ്റ് ഇതാണ്. ഈ രീതിയിലായിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ വരേണ്ടത്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടും. വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു, കാരണം എയും ബിയും ആണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത്. ആ എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷനിലേക്ക് വരുന്നത്. ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചില സമയത്ത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ഇക്വേഷനും ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ചില ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാത്രമേ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുള്ളൂ. ഇപ്പോൾ 2 ചോദിച്ചു കഴിഞ്ഞാലും 2നും നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷൻ ഉള്ളത് കൊണ്ട് 2ഉം ചെയ്യാൻ പറ്റും. ഒന്നാണെങ്കിൽ 1 ചെയ്യാന്നുള്ളതാണ്.